നമസ്കാരം. നമസ്കാരം. നമ്മുടെ എന്താ പറയാ, നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളില്, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് വലിയ സംഘർഷങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴയില് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ തലയടിച്ച് പൊട്ടിക്കുന്ന വിഷയമൊക്കെയായി ബന്ധപ്പെട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇതുണ്ടായി. പുനരന്വേഷണം, തുടരന്വേഷണമൊക്കെ. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അത് ആലപ്പുഴ ആ സംഭവത്തില് ഓർഡറാക്കിയത് റീഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇത് റീഇൻവെസ്റ്റിഗേഷനും ഫർദർ ഇൻവെസ്റ്റിഗേഷനും രണ്ടും രണ്ടാണ്. ഉം, ഉം. മജിസ്ട്രേറ്റ് ഓർഡറാക്കുന്നത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. റീഇൻവെസ്റ്റിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആർട്ടിക്കിൾ 226 പ്രകാരമോ അല്ലെങ്കിൽ പിന്നെ ആർട്ടിക്കിൾ 32 പ്രകാരമോ സുപ്രീം കോടതിയോ ഓർഡറാക്കുന്നതാണ്. ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ ആലപ്പുഴ മജിസ്ട്രേറ്റ് ഓർഡറാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വരുന്ന അടുത്തൊരു വലിയ സംശയമായിരിക്കും. അപ്പം എന്താണ് ഈ തുടരന്വേഷണം അതേപോലെ പുനരന്വേഷണം തമ്മിൽ വ്യത്യാസം? ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു സാധനം? ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ തുടരന്വേഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ CRPC 173 ക്ലോസ് 8 പ്രകാരം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇപ്പൊ അത് പുതിയ BNSS 193 ക്ലോസ് 9 പ്രകാരം ഉള്ളതാണ് ഈ തുടരന്വേഷണം. അപ്പൊ റീഇൻവെസ്റ്റിഗേഷൻ സാധാരണ അന്വേഷണം ഓർഡർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികളായ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ആണ്. ഇത് ഒരു കേസിൽ ഓൾറെഡി ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് ഓർഡറാക്കുന്നതാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം പുതിയൊരു ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കും. അപ്പൊ അങ്ങനെ രണ്ട് ചാർജ് ഷീറ്റുകൾ, പഴയ അന്വേഷണ പ്രകാരമുള്ള റിപ്പോർട്ടും പുതിയ അന്വേഷണ പ്രകാരമുള്ള റിപ്പോർട്ടും അവിടെ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഫർദർ ഇൻവെസ്റ്റിഗേഷനിലെ പഴയ റിപ്പോർട്ടും പുതിയ റിപ്പോർട്ടും രണ്ടും കൂടി പരിഗണിച്ചിട്ടാണ് കോടതി അത് ഓർഡറാക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് തുടരന്വേഷണം നടത്താൻ ഉത്തരവിടാനൊക്കെ അധികാരമുണ്ട് യഥാർത്ഥത്തിൽ? ഇല്ല, പോലീസിന് തുടരന്വേഷണ പ്രകാരം നേരിട്ട് തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോഴത്തെ വിധിന്യായങ്ങൾ പ്രകാരം കോടതിയുടെ പെർമിഷൻ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത ഒരു കേസിൽ തുടരന്വേഷണം വേണമെങ്കിൽ കോടതിയുടെ ഒരു പെർമിഷൻ ആവശ്യമുണ്ട്. ഈ പുതിയ നിയമപ്രകാരം എന്തൊക്കെയാണ് ഈ തുടരന്വേഷണ നിയമത്തിന്റെ വശങ്ങൾ? ഈ പുതിയ നിയമം എന്ന് പറയുന്നത് BNSS പ്രകാരമുള്ളതാണ്. നേരത്തെ CRPC ആയിരുന്നു. അപ്പൊ BNSS 193 ക്ലോസ് 9 പ്രകാരം തുടരന്വേഷണത്തില് വ്യക്തമായ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന്, ഈ പറഞ്ഞ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് തുടരന്വേഷണമെങ്കിൽ അതിന് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ വേണം എന്നുള്ളതാണ് ആദ്യത്തേത്. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് ഒരു 90 ദിവസത്തെ ടൈം ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് BNSലെ ഒരു കൃത്യമായ ഒരു മാറ്റമാണ്. ആ 90 ദിവസത്തിനുള്ളിൽ കുറ്റാന്വേഷണം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി തീർക്കണം. അഥവാ അങ്ങനെ തീർന്നില്ലെങ്കിൽ കോടതിയെ സമീപിച്ച് സമ്മതം വാങ്ങിച്ചാൽ അത് കോടതി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊവിഷൻ നേരത്തെ CRPC പ്രകാരം ഉണ്ടായിരുന്നില്ല. CRPC ഉണ്ടായിരുന്നത് അത് BNSൽ വന്ന ഒരു മാറ്റമാണ്. ഈ എന്താ പറയാ, നമ്മൾ ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞില്ല. അപ്പം യഥാർത്ഥത്തിൽ കോടതിയുടെ മേൽനോട്ടം എന്ന് പറയുമ്പോൾ കോടതി ഡയറക്റ്റ് അന്വേഷിക്കുന്നതാണോ ഈ സമ്പ്രദായം? അല്ല, ഇത് കോടതി ഒരിക്കലും ഒരു അന്വേഷണം നേരിട്ട് നടത്തുന്നില്ല. പക്ഷെ കോടതി മോണിറ്റർ ചെയ്തിട്ട് അന്വേഷണം നടത്താറുണ്ട്. അതായത് പോലീസ് അന്വേഷണം പാടെ പരാജയപ്പെടുവോ കറപ്റ്റ് ആവുകയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ കോടതി ആ അന്വേഷണം മോണിറ്റർ ചെയ്തിട്ട് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ, പ്രോഗ്രസ് റിപ്പോർട്ടുകളെല്ലാം കോടതി മേൽനോട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് അങ്ങനെ ഒരു ഇത് വന്ന ഒരു സുപ്രധാനമായ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. 2007 സാഖിരി വാസു കേസ് എന്നാണ് സുപ്രീം കോടതി ആ കേസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താവുന്നതാണ്. അങ്ങനെ കോടതി അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ റെഗുലർ പ്രോഗ്രസ് റിപ്പോർട്ട്സുകൾ ആവശ്യപ്പെടും. അതോടെ പോലീസ് ഈ അന്വേഷണത്തിന് അക്കൗണ്ടബിൾ ആകും എന്നതാണ് ഈ പോലീസ് കോടതി മോണിറ്റർ ചെയ്തുള്ള അന്വേഷണത്തിലുള്ള ഗുണം. ഈ കോടതി ഓൾറെഡി കേസ് എടുത്ത ശേഷം പിന്നീട് അതിന്മേൽ തുടരന്വേഷണത്തിന് അങ്ങനെ വലിയ വശങ്ങളുണ്ടോ?
കോടതി കൊഗ്നിസൻസ് എടുത്ത കേസിലും പുനരന്വേഷണമല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടരന്വേഷണം നടത്താവുന്നതാണ്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് ഹസൻഭായ് വാലിബായ് ഖുറേഷി കേസ് എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കൊഗ്നിസൻസ് എടുത്തത് കൊണ്ട് മാത്രം ഒരു തുടരന്വേഷണം തടയപ്പെടുന്നില്ല. അത് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ തുടരന്വേഷണം നടത്തേണ്ടത്. അപ്പോൾ അതൊരു കൊഗ്നിസൻസ് എടുത്തു എന്നതുകൊണ്ട് മാത്രം അത് തടയപ്പെടാതെ ആ തുടരന്വേഷണം നടത്താവുന്നതാണ് എന്നാണ് സുപ്രീം കോടതി ആ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പുനരന്വേഷണം, അതിന്റെ കാര്യം എങ്ങനെയായിരുന്നു അപ്പോൾ? കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്താലും പുനരന്വേഷണം നടത്താവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും പുനരന്വേഷണം നടത്താവുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ കോടതിയുടെ പ്രയർ പെർമിഷൻ വേണ്ടിവരും. അപ്പൊ ആ പ്രയർ പെർമിഷനോടുകൂടി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത കേസുകളിലും പുനരന്വേഷണം നടത്താവുന്നതാണ്. ഈ തുടരന്വേഷണത്തിന് പ്രത്യേക സമയപരിധി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പൊ അത് തുടരന്വേഷണത്തിൽ BNS പ്രകാരം ഒരു 90 ഡേയ്സിന്റെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ CRPC പ്രകാരം അങ്ങനെ ഒരു സമയപരിധി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പോൾ BNSS പ്രകാരം 90 ദിവസത്തെ സമയപരിധി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആ 90 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ പോലീസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് അങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് കോടതിയെ സമീപിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുത്തിട്ട് സമ്മതം ഈ പറഞ്ഞ സമയം നീട്ടി വായിക്കാവുന്നതാണ്. ഈ തുടരന്വേഷണത്തിന്റെ ഗതി പരാതിക്കാരനെ അറിയേണ്ടത് അങ്ങനെ വല്ല വശങ്ങളും ഇതിലുണ്ടോ? തുടരന്വേഷണത്തിന്റെ കാര്യമായ എല്ലാ റിപ്പോർട്ടുകളും പരാതിക്കാരെയോ അല്ലെങ്കിൽ വിക്ടിമിനോ ഇരയെയോ കൃത്യമായി അന്വേഷണ സംഘം അറിയിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത് ആ 90 ദിവസത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർക്ക് അറിയാനുള്ള റൈറ്റ് ഉണ്ട്, അവരെ അറിയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അറിയിക്കുന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞതുപോലെ മറ്റ് ഓപ്ഷനായ കോടതിയുടെ മോണിറ്റർ ചെയ്തിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഈ പരാതിക്കാർക്ക് സമീപിക്കാവുന്നത്. ഈ തുടരന്വേഷണ റിപ്പോർട്ടും അതേപോലെ പഴയ അന്വേഷണ റിപ്പോർട്ടും ഉണ്ടാകുമ്പോൾ കോടതി ഏത് റിപ്പോർട്ടാണ് അപ്പോൾ സ്വീകരിക്കേണ്ടി വരിക? അപ്പൊ അതിനകത്ത് ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് 2 അന്വേഷണ റിപ്പോർട്ടുകൾ വരും. അതായത് ഒന്ന് നേരത്തെ അന്വേഷിച്ച റിപ്പോർട്ടും പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി വരുന്ന സപ്ലിമെന്ററി റിപ്പോർട്ടും ഉണ്ടാവും. അപ്പൊ ഈ 2 റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ കോടതി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരമുള്ള റിപ്പോർട്ടും അതേപോലെ പഴയ റിപ്പോർട്ടും രണ്ടും കണക്കിലെടുത്തിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടോടുകൂടി പഴയ റിപ്പോർട്ട് ക്യാൻസൽ ആകുന്നില്ല, റദ്ദാവുന്നില്ല, അതും നിലനിൽക്കും. അപ്പൊ 2 റിപ്പോർട്ട് കണക്കിലെടുത്തിട്ട് വേണം അതിന്റെ പ്രൊസീഡിങ്സ് കണ്ടിന്യൂ ചെയ്യാൻ. അതേസമയം ഇതിന്റെ കോപ്പി നേരത്തെ പ്രയർ ഇൻഫർമേഷൻ നേരത്തെ നടത്തിയ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടിൽ പ്രതിക്ക് കോപ്പി കൊടുത്തതുപോലെ തന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള കോപ്പി പ്രതികൾക്ക് കൊടുത്തിരിക്കണം.